Hello dears, welcome back to Xylem Learning. It's me, Adarsh. മക്കളെ, നിങ്ങൾ ആപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സിലെ കൺസെപ്റ്റുകൾ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ആൽജിബ്രയാണ്, മലയാളത്തിൽ ബീജഗണിതം എന്ന് പറയും. അതായത് നമുക്ക് ഒരു നമ്പറിന് പകരം ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മാത്സ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ആഡ് 1 to a number എന്ന് തന്നിട്ടുണ്ട്. അവിടെ എ നമ്പർ എന്ന് പറയുമ്പോൾ ആ നമ്പർ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? എ നമ്പർ അല്ലെങ്കിൽ ഒരു സംഖ്യ എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സംഖ്യ ഏതാണെന്ന് നിങ്ങൾക്കറിയില്ല, നമ്പർ ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്പർ ഏതാണെന്ന് നമ്മൾ എടുക്കും? അറിയാത്ത ആ നമ്പർ, അൺനോൺ ആയിട്ടുള്ള നമ്പർ എക്സ് ആണ്, സംഖ്യ എക്സ് ആണെന്ന് നമ്മൾ എടുക്കും. ഓക്കെ, ആ എക്സിനോടാണ് എന്ത് കൂട്ടിയിട്ടുള്ളത്? 1 ആഡ് ചെയ്തിട്ടുള്ളത്. സോ ആഡ് 1 to a നമ്പർ എന്ന് പറയുന്നത് ഒരു സംഖ്യയോട് 1 കൂട്ടുന്നു എന്ന് പറയുന്നതിനെ x+1 എന്ന് നമുക്ക് എഴുതാം. അവിടെ നമുക്ക് അറിയാത്ത നമ്പറിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഒരു അക്ഷരം ഉപയോഗിച്ചു. അറിയാത്ത സംഖ്യ x ആണെന്ന് നമ്മൾ എടുത്തു. സോ ആഡ് 1 to a നമ്പർ എന്ന് പറയുമ്പോൾ x+1. സെറ്റ് ആണല്ലോ. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആപ്പിലെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തു എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുക. ഓക്കെ, സോ നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ആഡ് 2 to a നമ്പർ. നോക്കാം, എ നമ്പർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ നമ്പർ ഏതാണ്? എക്സ് ആണ്. ആഡ് 2, ആഡ് എന്ന് പറയുമ്പോൾ പ്ലസ് ഇടുക, 2 എന്ന് പറയുമ്പോൾ 2 എന്ന് എഴുതി കൊടുക്കുക. സോ x+2, ഒരു സംഖ്യയോട് 2 കൂട്ടുന്നു, സംഖ്യ x ആണ്, x+2. സെറ്റ് ആണല്ലോ. ഇനി 2 times a നമ്പർ, ഒരു സംഖ്യയുടെ 2 മടങ്ങ്. അതായത് സംഖ്യ നമുക്കറിയില്ല, അത് x ആണ്. അതിനെ 2 മടങ്ങ്, അതിന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 times എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഗുണിക്കുന്നു. x into 2. x into 2 എന്ന് പറഞ്ഞാൽ അത് 2x ആണ്. എങ്ങനെ എഴുതാം? 2 times a നമ്പർ. നമ്പർ എന്ന് പറയുമ്പോൾ അത് x ആണ്, നമ്പറിന്റെ 2 times എന്ന് പറയുമ്പോൾ 2x. അങ്ങനെയാണെങ്കിൽ 3 times അഥവാ 3 മടങ്ങ് എന്ന് പറഞ്ഞാലോ 3x ആണ്, അല്ലെ? 3 times എന്ന് പറഞ്ഞാൽ 3 times a നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് 3x ആണ്. 5 times a നമ്പർ എന്ന് പറഞ്ഞാൽ അത് 5x ആണ്. സിമ്പിൾ അല്ലേ ലോജിക്ക്? ഇനി ആഡ് 2 to 5 times a നമ്പർ. ഞാൻ പറഞ്ഞു 5 times a നമ്പർ, ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ അതിനെ 5x എന്ന് എഴുതാം. അതിനോട് ഞാൻ എന്ത് കൂട്ടുന്നു? 2 കൂട്ടുന്നു. സോ 5x + 2 എന്ന് എഴുതാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അറിയാത്ത ആ നമ്പറിനെയാണ് നമ്മൾ ഒരക്ഷരം ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അറിയാത്ത സംഖ്യ എന്താണെന്ന് എടുക്കുന്നു? എക്സ്. അതാണ് ആൾജിബ്ര. ഓക്കെ, എക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലെറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ കൺവെൻഷനൽ ആയിട്ട് പണ്ട് മുതലേ മാത്തമാറ്റിക്സിൽ എക്സ് എന്ന അക്ഷരമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഓക്കെ, നൗ സം ഓഫ് 2 numbers is 10. 2 നമ്പേഴ്സ് ഉണ്ട്. അവിടെ 2 നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ 2 അക്ഷരങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം, എക്സും വൈയും. അതിന്റെ സം എന്ന് പറയുമ്പോൾ, തുക എന്ന് പറയുമ്പോൾ അത് കൂട്ടുകയാണ്. എക്സും വൈയും കൂട്ടിയാൽ 10 കിട്ടും. സോ x+y = 10 എന്ന് എഴുതാം. ഇതാണ് ലോജിക്ക്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നമ്മളുടെ ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നതാണ് കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കലണ്ടറിലെ നമ്പേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ, കലണ്ടറിലെ നമ്പേഴ്സ് 4 നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ആ നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കുക, 1ന്റെ തൊട്ടടുത്തുള്ള നമ്പർ കിട്ടാൻ അതിനോട് 1 കൂട്ടാണ് ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ 1ന്റെ സ്ഥാനത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, 1ന്റെ സ്ഥാനത്ത് x ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും? തൊട്ടടുത്ത നമ്പർ x+1. ഓക്കെ, ഇനി 1ന്റെ താഴെയുള്ള നമ്പർ ഏതാണെന്ന് നോക്ക് നിങ്ങൾ. 8 ആണ്. ആ നമ്പറിലേക്ക് വരാൻ എന്താ ചെയ്യേണ്ടത്? 7 ആണ് ആഡ് ചെയ്യേണ്ടത്, ശരിയല്ലേ? 7 ആണ് ആഡ് ചെയ്യേണ്ടത്. സോ എക്സിന്റെ തൊട്ട് താഴെയുള്ള നമ്പർ ഏതായിരിക്കും? x+7. സിമ്പിൾ അല്ലേ? ഇനി താഴെ മറ്റേ സൈഡിലുള്ള നമ്പർ ഏതാണ്? 9 ആണ്. ആ 9ലേക്ക് വരാൻ ഏത് നമ്പർ ആഡ് ചെയ്യേണ്ടത്? 1നോട് ഏത് നമ്പർ ആഡ് ചെയ്താലും 9 കിട്ടുക? 8 ആണ്. സോ എക്സിനോട് എന്ത് ആഡ് ചെയ്യുക? 8 ആഡ് ചെയ്യുക. ഈ രീതിയിലായിരിക്കും ആ സ്ക്വയറിലുള്ള നമ്പേഴ്സ് ഉണ്ടാവുക. ഒരു കലണ്ടറിലെ സ്ക്വയറിനകത്തുള്ള നമ്പറുകൾ എങ്ങനെയാണ് എഴുതേണ്ടത്? എക്സ്, x+1, x+7, x+8. ഈ ലോജിക് എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം ഈ ചാനലിലൂടെ ഉണ്ട്. സോ നമ്മളുടെ കൂടെ തന്നെ വരിക. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വർഷം പഠിക്കാം.